എടാ നിങ്ങൾ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ. എന്തിന്? എന്താടാ കാര്യം? സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമായാലും വിടണ്ട. മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്. ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. തമാശകളാ. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത്. മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം. ഈശ്വരനുണ്ടെങ്കിൽ ദുഷ്ടശക്തികളും ഉണ്ട്. എന്തൊക്കെയായാലും ഇത് ബാധയേറിയ സാധനം തന്നെയാ. ഈ വർക്കത്ത് കെട്ടതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. അജു അലക്സിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ നടപടി വന്നതോടുകൂടി ചെകുത്താൻ ഒളിവിലാണ്. കൊല്ലരുത്. 12 sleepless hours later. താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കലക്കി. താങ്ക് യു സർ. വേമന നമ്പൂരിയെ പോലെ തന്നെ പുലിക്കോട്ടിൽ അച്ഛനും കലക്കി. വാറണ്ടോ? വാറണ്ടോ? ഇതൊക്കെ കാണണോ? നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നീ തൊഴിൽ ലോക്കപ്പിലെ കണ്ടിട്ടുള്ളൂ. ഞാൻ തന്നെ ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് പുനരധിവാസത്തിന് 3 കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം. അവനെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. പ്രസാദ് അവനെയും വിളിക്കേ. നിങ്ങളെന്താ എന്നെ തൂക്കിയോടെ പോലീസ് എടുക്കാൻ പോകണം? അനക്ക് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പറ്റിയെവിടെ? നീ പോടാ പച്ചന്ത. നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ. ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടടാ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. അത് കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീനടന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയെ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഇതിപ്പോ ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ ചെയ്യാ, എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ ഇവര്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ